Hi, good morning everyone. In the previous class, we discussed the first paragraph of this chapter, Adventures in a Banyan Tree. In the first paragraph tells about a banyan tree. Once more, I read the first paragraph. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. Grandmother used to tease him about these and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in a valley at the foot of the Himalayas. So, in the last class we stopped here. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. Let us start the second paragraph of this chapter. ഈ സെക്കൻഡ് ചാപ്റ്റർ മുതൽ നമുക്ക് എന്ത് ചെയ്യണം പഠിക്കാം. My first friend and familiar was a small grey squirrel, arching his back and sniffing into the air. He seemed at first to resent my invasion of his privacy, but he found that I didn't arm myself with a catapult or air gun. He became friendlier. My first friend, എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട്, മൈ എന്ന് പറഞ്ഞ ഇവിടുത്തെ നരേറ്ററാണ്. നരേറ്ററിനായി കഥ എഴുതുന്ന ആൾ, അദ്ദേഹമാണ് ഇതിൽ ബോയ് ആയിട്ട് അവതരിക്കുന്നത്. മൈ ഫസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ആദ്യത്തെ സുഹൃത്തും, ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വറൽ, ഒരു തവിട്ട് നിറത്തിലുള്ള ഒരു ചെറിയ സ്ക്വറൽ. വാട്ട് യു മീൻ ബൈ സ്ക്വറൽ? എന്താ സ്ക്വറൽ? സ്ക്വറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണാറക്കണ്ണനായിരുന്നു. എൻ്റെ ആദ്യത്തെ ഫ്രണ്ട് ആരായിരുന്നു? പരിചിതമായിട്ടുള്ള ഒരു ചെറിയ അണ്ണാറക്കുട്ടിയായിരുന്നു. ആച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദി എയർ, അവൻ എങ്ങനെയാണ് നടക്കുക? വളഞ്ഞു. ആച്ചിങ് ഹിസ് ബാക്ക്, അവൻ്റെ മുതുക് ഇങ്ങനെ വളച്ചുകൊണ്ടും, ആൻഡ് സ്നിഫിങ് ഇൻ ടു ദി എയർ, മണം പിടിച്ചുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യാറ്? നടക്കാറുള്ളത്. ഹി സീംഡ് അറ്റ് ഫസ്റ്റ്, അവൻ ആദ്യം കണ്ടപ്പോൾ, ടു റീസൺ മൈ ഇൻവേഷൻ. റീസൻറ്റ് മീൻസ് ഇഷ്ടക്കേട് തോന്നുക. മൈ ഇൻവേഷൻ എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ കടന്നുകയറ്റം അവനക്ക് ഇഷ്ടമുള്ളതുപോലെ തോന്നി. ഓഫ് ഹിസ് പ്രൈവസി, അവൻ്റെ സ്വകാര്യതയിലേക്ക് ഞാൻ അവനെ ഇങ്ങനെ ഫസ്റ്റൊക്കെ ഞാൻ അവനെ ഇങ്ങനെ കടന്നു പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവനക്ക് ഇഷ്ടമില്ലാത്തതുപോലെ എനിക്ക് തോന്നി. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് പക്ഷേ വെൻ ഹി ഫൗണ്ട്, അവന് കണ്ടെത്തി. എന്താണ് അവന് കണ്ടെത്തിയത്? ദാറ്റ് ഐ ഡിഡിൻറ്റ് ആം മൈസെൽഫ് വിത്ത് എ കറ്റാപ്പിൾട്ട്, ഞാൻ അവനെ ഉപദ്രവിക്കുന്നില്ല. ഒരു കറ്റാപ്പിൾട്ട് എന്ന് പറഞ്ഞെങ്കിൽ കവണ കൊണ്ടോ ഓർ എയർഗൺ, ഒരു എയർഗൺ കൊണ്ടോ ഞാൻ അവനെ ഉപദ്രവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ, അവൻ എന്തായി? എന്നോട് വളരെ ഫ്രണ്ടായിട്ട് മാറിപ്പോയി. ഫ്രണ്ട്ലിയർ എന്ന് പറഞ്ഞെങ്കിൽ എന്നോട് വളരെ അടുത്തിടപഴകി. ഞാൻ അവനോട് പെരുമാറുന്നത് പോലെ തന്നെ എന്നോടും വളരെ ഫ്രണ്ട്ലിയറായിട്ട് പെരുമാറി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലിവിങ്, അതേപോലെ തന്നെ ഞാൻ അവനക്ക് എന്ത് ഇട്ട് കൊടുക്കാൻ തുടങ്ങി? ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്. ഞാൻ അവനക്ക് എന്ത് ഇട്ട് കൊടുക്കാൻ തുടങ്ങി? കേക്കിൻ്റെയും അതേപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെയും പീസസൊക്കെ ഞാൻ അവനക്ക്, പീസസ് എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ, അവനക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഹി ഗ്രൂ ബോൾഡർ, അവനക്ക് കൂടുതൽ ധൈര്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ, പിന്നീട് അവനക്ക് ഞാൻ ഇങ്ങനെ ബിസ്ക്കറ്റിൻ്റെ കഷ്ണങ്ങളും കേക്കിൻ്റെ കഷ്ണങ്ങളും ഇങ്ങനെ കൊടുത്തപ്പോൾ അവൻ എന്നോട് കൂടുതൽ അടുത്ത് തുടങ്ങി. ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്, പിന്നീട് അവന് എന്തായി തുടങ്ങി? എത്രത്തോളം പരിചിതമായി തുടങ്ങി? അവൻ എൻ്റെ കൈകളിൽ നിന്നും ഫുഡ് വാങ്ങാനുള്ള
കഴിവ് വരെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി. അത്രത്തോളം അവൻ എന്നോട് അടുത്ത് തുടങ്ങി. ഫൈനലി ബിക്കെയിം ഫെമിലിയർ എനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. എൻ്റെ കൈകളിൽ നിന്നും അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫുഡ് വാങ്ങിച്ചു കൊണ്ടുപോകാനുള്ളത് വരെയായി. ബിഫോർ ലോങ് അധികം വൈകാതെ ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ബിഫോർ ലോങ് എന്ന് പറഞ്ഞെങ്കിൽ അധികം വൈകാതെ, ഹി വാസ് ഡെൽവിങ് അവൻ തിരയാൻ തുടങ്ങി, ഇൻ ടു മൈ പോക്കറ്റ്സ് എൻ്റെ പോക്കറ്റിൽ വന്നിട്ട് അവനെ തിരയാൻ തുടങ്ങി. ആദ്യമൊക്കെ എൻ്റെ കൈകളിൽ നിന്നാണ് വാങ്ങിയിരുന്നത്. പിന്നീട് വളരെയധികം സുഹൃത്തായി മാറിയപ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, എന്നോട് വളരെയധികം ടച്ചായപ്പോൾ എൻ്റെ കൈകളിൽ നിന്നുമല്ല വന്ന് വാങ്ങിക്കാറുള്ളത്, എൻ്റെ പോക്കറ്റിൽ വന്ന് തിരയാൻ തുടങ്ങി. ഡെൽവിങ് എന്ന് പറഞ്ഞാൽ സെർച്ച്, തിരയുക എന്നാണ്. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അവനക്ക് പറ്റാവുന്ന അത്ര അവൻ എന്ത് ചെയ്യും, അവിടെ ഹി കുഡ് ഫൈൻഡ് അവനക്ക് കഴിയുന്നത്ര അവൻ എന്ത് ചെയ്യും, അവനെ തരയും. ഹി വാസ് വെരി യങ് സ്ക്വിറൽ. അവൻ നല്ലൊരു ചുറുചുറുക്കുള്ളൊരു സ്ക്വിറൽ എന്താ അണ്ണാരക്കണ്ണായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട്. അവൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് തന്നെ ബന്ധുക്കളൊക്കെ, അവൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ എന്താണ് അവനെക്കുറിച്ച് ചിന്തിക്കുക, പ്രോബബ്ലി ഒരു പക്ഷേ ചിന്തിക്കുക, തോട്ട് ഹിംസെൽഫ് എന്താണ് അവനെക്കുറിച്ച് ചിന്തിക്കുക എന്നറിയോ, ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ. എന്താണ് ഈ അണ്ണാർക്കൻ, നിനക്ക് കിട്ടിക്കോളും, മനുഷ്യന്മാരെങ്ങനെ സത്യസന്ധ എന്താണ് മനുഷ്യന്മാരെങ്ങനെ എന്ത് ചെയ്യരുത്, വിശ്വസിക്കരുത്, അത് പണ്ടത്തരമാണ് എന്നൊക്കെ അവൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും. അവൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആരൊക്കെ ആയിരിക്കും, അണ്ണാരക്കണ്ണന്മാർ തന്നെ അല്ലേ. സോ അവരൊക്കെ എന്താണ് വിചാരിക്കുക, പ്രോബബിലി തോട്ട് ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞെങ്കിൽ തന്നിഷ്ടക്കാരനാണ്. ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ. അവനെന്താണ് മണ്ടനാണ്. ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ മനുഷ്യന്മാരെ വിശ്വസിക്കുന്നതിൽ അവനെന്താണ്, ഫൂളിഷ് ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ. ട്രസ്റ്റിങ് ആണ് വിശ്വസിക്കുന്നതിൽ അവനെന്താണ്, മണ്ടനാണ് എന്നൊക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ അവനെക്കുറിച്ച് ചിന്തിക്കും. ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. ഇനി സ്പ്രിംഗ് സീസൺ വന്നിട്ടുണ്ടെങ്കിൽ, സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ വസന്തകാലം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആൻഡ് ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. ഈ ബനിയൻ ട്രീയിൽ നിറയെ സ്മോൾ റെഡ് ഫിഗ്സ് ആണ്. ഫിഗ്സ് എന്ന് പറഞ്ഞെങ്കിൽ ബനിയൻ ട്രീയിൽ ഉണ്ടാകുന്ന ഫ്രൂട്ടിൻ്റെ പേരാണ് ഫിഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ചുവന്ന കളറിൽ ചെറിയൊരു പഴമായിട്ടാണ് ഈ ഫിഗ് എന്നിട്ടുള്ള പഴം. ഈ ബനിയൻ ട്രീ എന്താണ്, ഫുൾ ഓഫ് സ്മോൾ ചെറിയ റെഡ് ഫിഗ്സ്. റെഡ് പറഞ്ഞാൽ ചുവന്ന കളറിലുള്ള ഫിഗ്സ് ആയിരിക്കും ഈ പഴം പൂക്കുന്ന കാലത്ത്. ബേർഡ്സ് ഓഫ് ആൾ കൈൻഡ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. എല്ലാ തരത്തിലുള്ള പക്ഷികളും കൂട്ടത്തോടെ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ കൊമ്പുകളിലേക്ക്, ഈ ബനിയൻ ട്രീൻ്റെ കൊമ്പുകളിലേക്ക് എന്ത് ചെയ്യും, പറന്ന് ചേക്കേറി വരും. അപ്പോൾ ഈ കാലമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ബേർഡ്സും എന്ത് ചെയ്യും, ഗ്രൂപ്പായിട്ട്, ഫ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് എന്നാണ്, കൂട്ടത്തോടെ ഈ ബനിയൻ ട്രീൻ്റെ ബ്രാഞ്ചസിലേക്ക് പാറി വരും. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ cheerful ആൻഡ് ഗ്രീഡി. ഈ ഓരോ പക്ഷികളെ കുറിച്ചാണ് പറയുന്നത്. റെഡ് ബോട്ടംഡ് ബുൾബുൾ. റെഡ് ബോട്ടംഡ് എന്ന് പറഞ്ഞാൽ അടിയിൽ ചുവന്ന കളറുള്ള ബുൾബുൾ പക്ഷികൾ. അവരെങ്ങനെയാണെന്നറിയോ, cheerful ആൻഡ് ഗ്രീഡി. cheerful എന്ന് പറഞ്ഞാൽ ഉന്മേഷമുള്ള പക്ഷികളാണ്, ആൻഡ് ഗ്രീഡി അത്യാർത്തിയുള്ള പക്ഷികളുമാണ്. അപ്പോൾ അവരെ കുറിച്ച് പറയാണ് റെഡ് ബോട്ടംഡ് ബുൾബുൾ, cheerful ആൻഡ് ഗ്രീഡി. അങ്ങനെയാണ് ആ ഒരു പക്ഷികളെ കുറിച്ച് ഒരു ചെറിയൊരു ഇതാണ്, cheerful ആൻഡ് ഗ്രീഡി റെഡ് ബോട്ടംഡ് ബുൾബുൾ. അതേപോലെ തന്നെ ഇനിയും പക്ഷികളുടെ പേര് പറയുന്നുണ്ട്. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, ചിലയ്ക്കുന്ന റോസി പാസ്റ്റേഴ്സ് എന്ന പക്ഷികൾ. പിന്നെ പാരറ്റ്സ് എന്താ, തത്തകൾ. ക്രോസ് കാക്കകൾ. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദി ടൈം. എല്ലാ സമയവും ഈ പക്ഷികളൊക്കെ കടന്നിട്ട് എന്ത് ചെയ്യും, സ്ക്വാബ്ലിംഗ് ചെയ്യും. എന്താ സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ കശപ്പിശം ഇങ്ങനെ കൂടും. അപ്പോൾ ഇത്തരത്തിലുള്ള പക്ഷികളൊക്കെ വരും. ഏതൊക്കെ പക്ഷികളാണ് വരിക? ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, പാരറ്റ്സ്,
ക്രോസ്. അപ്പോൾ ഇത്തരത്തിലുള്ള പക്ഷികളൊക്കെ ഈ സമയം ഈ ഫ്രൂട്ട് ഫിഗ് എന്നുള്ള ഫ്രൂട്ട് ഉണ്ടായാൽ എന്ത് ചെയ്യും, പറന്ന് വരും. എന്നിട്ട് അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യാണ്, സ്കാബ്ലിങ് വിത്ത് ഈച്ച് അതർ, കശപിശ കൂടുക. ഡ്യൂറിങ് ദി ഫിഗ് സീസൺ, ഈ ഫിഗ് സീസൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ ബനിയൻ ട്രീ വാസ് ദ നോസിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. റോഡിലെ ഏറ്റവും നോസിയസ്റ്റ്, ഏറ്റവും ശബ്ദമുള്ള പ്ലേസ് ഏതാണ്, ബനിയൻ ട്രീ ആയിരിക്കും. ബനിയൻ ട്രീൻ്റെ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സൗണ്ട് എന്ത് ചെയ്യാം നമുക്ക് കേൾക്കാൻ കഴിയുക. നോസിയസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ, നോയിസ് എന്ന് പറഞ്ഞാൽ എന്താ, ശബ്ദം. നോസിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശബ്ദമുള്ള സ്ഥലം ഏതായിരിക്കും, ബനിയൻ ട്രീ ആയിരിക്കും. Halfway up the tree I had built a small platform on which I would often spend the afternoons. And it wasn't too hot. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. Halfway up the tree, മരത്തിൻ്റെ പകുതിയിൽ, I had built a small platform on which, ഞാൻ ചെറിയൊരു ഇരിപ്പിടം ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടാക്കിയിരുന്നു. മരത്തിൻ്റെ കുറച്ച് മാൽമരത്തിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഹാഫ് വേ എന്നാൽ കുറച്ച് പകുതിയിൽ മേലേക്കായിട്ട് ഞാൻ ഇരിക്കാനൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇരിക്കാനൊരു ചെറിയൊരു സ്ഥലം ഉണ്ടാക്കിയിരുന്നു. ഓൺ വിച്ച്, അവിടെയായിരുന്നു ഐ വുഡ് ഓഫൻ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ്, ഞാൻ എൻ്റെ ഉച്ച സമയങ്ങളിലൊക്കെ അവിടെയായിരുന്നു പലപ്പോഴായിട്ട് ചിലവഴിച്ചിരുന്നത്. പിന്നെ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്, ചൂടില്ലാത്ത സമയത്തായിരുന്നു കേട്ടോ ഞാൻ അവിടെ പോയിരുന്നത്. ഐ കുഡ് റീഡ് ദർ, അവിടെ പോയിട്ട് എന്താ ചെയ്യുക, ഐ കുഡ് റീഡ് ദർ, ഞാൻ അവിടെ പോയിരുന്നിട്ട് വായിക്കും. പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് എഗെയിൻസ്റ്റ്, ഞാൻ സ്വന്തം എന്ത് ചെയ്യും, പ്രോപ്പിംഗ് താങ്ങി കൊടുക്കും, മൈസെൽഫ് എൻ്റെ ബാക്കിൽ ഞാനൊരു എന്ത് ചെയ്യും, പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ, മരത്തിൻ്റെ തടി. ബോൾ ഓഫ് ദ ട്രീ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തടി, ട്രങ്ക് എന്നൊക്കെ പറയും, മരത്തിൻ്റെ തായ്തടി എന്നൊക്കെ പറയും. ബോൾ മീൻസ് മരത്തിൻ്റെ തടിയിൽ ഞാൻ എന്ത് ചെയ്യും, പ്രോപ്പിംഗ് ചാരി വയ്ക്കും. എന്ത്, വിത്ത് കുഷ്യൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂമിൽ നിന്ന്, എൻ്റെ ഓഫീസ് റൂമിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, കുഷ്യൻസ് എന്താ, ഈ തലയണകൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ സോഫയിലൊക്കെ ഇരിക്കുന്ന കുഷ്യൻസ് അല്ലേ, ആ കുഷ്യൻസ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ആ മരത്തുമ്മ ചാരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടുന്ന് വെച്ചിരുന്നു. അവിടെ ഇരുന്നിട്ട് നല്ല സുഖമായിട്ട് ഞാൻ എന്ത് ചെയ്യും, അവിടെ ഇരുന്നിട്ട് വായിക്കും. എന്തൊക്കെ പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കുക, ട്രഷർ ഐലൻഡ് പുസ്തകങ്ങളുടെ പേരാണ്. ഏതൊക്കെ പുസ്തകങ്ങളാണ്, ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ്, നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബുറോക്സ് ആൻഡ് ലൂയിസ മേ ആൾക്കോട്ട്. അപ്പോൾ ഇതൊക്കെ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളൊക്കെ മെയ്ഡ് ഓഫ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിങ്, എൻ്റെ ബാഗിൽ നിറച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, അവിടെ ചെന്നിരുന്നിട്ട് വായിക്കാറുണ്ടായിരുന്നു. വെൻ ഐ ഡിൻറ്റ് ഫീൽ ലൈക്ക് റീഡിങ്, എനിക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ, ഞാൻ എന്ത് ചെയ്യും, താഴേക്ക് ആ ബനിയൻ ട്രീൻ്റെ മേലെ ഇരുന്നിട്ട് താഴേക്ക് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ നോക്കിയിരിക്കും വായിക്കാൻ ഇഷ്ടമില്ലാത്ത സമയത്ത്. അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്, ആ സമയത്ത് കാണാം താഴെ എൻ്റെ ഗ്രാൻഡ് മദർ വസ്ത്രങ്ങൾ ഉണക്ക് അല്ലെങ്കിൽ അതെടുക്കുക എന്തെങ്കിലുമൊക്കെ ഹാങ്ങിങ് അപ്പ് എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക. ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ്, വസ്ത്രങ്ങൾ തൂക്കിയിടുക. ഓർ ടേക്കിംഗ് ഡൗൺ, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എടുക്കുക. ദ വാഷിംഗ്, അലക്കിയിട്ട വസ്ത്രങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഗ്രാൻഡ് മദർ എടുക്കുന്നത് അല്ലെങ്കിൽ ഉണക്കുന്നതൊക്കെ കാണാറുണ്ടായിരുന്നു. അത് കുക്ക്, പാചകക്കാരൻ എന്ത് ചെയ്യുന്നത് കാണാറുണ്ടായിരുന്നു. കോറലിംഗ് വിത്ത് ദ ഫ്രൂട്ട് വെൻഡർ, വെൻഡർ എന്ന് പറഞ്ഞെങ്കിൽ കച്ചവടക്കാരൻ എന്നാണ്. ഈ ഞങ്ങളെ വീട്ടിലത്തെ കുക്ക് എന്ന് പറഞ്ഞാൽ പാചകക്കാരന്. കോറലിംഗ് എന്താണ്, തല്ലുകൂടുക, രണ്ടാളും കൂടെ ഭയങ്കര തല്ലുകൂടുന്നത് കാണാം. വിത്ത് എ ഫ്രൂട്ട് വെൻഡർ, ആരുമായിട്ടാണ് കോറലിംഗ് ചെയ്യുന്നത്, തല്ലുകൂടുന്നത് കാണാറുള്ളത്, ഒരു പഴക്കച്ചവടക്കാരുമായിട്ട് തല്ലുകൂടുന്നത് കാണാം. ഓർ അറ്റ് ഗ്രാൻഡ് ഫാദർ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക. അത് ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ്, ആരുമായിട്ടാണ് ഗ്രാൻഡ് മദർ
ഗ്രാൻഡ് ഫാദർ പിറുപിറുക്കുന്നത്. ഹാർഡി എന്ന് പറയണമെങ്കിൽ ശൈത്യകാലത്തും അതിജീവിക്കാൻ കഴിവുള്ളൊരു ചെടിയുമായിട്ടാണ് ആര് ഗ്രാൻഡ് ഫാദർ പിറുപിറുക്കുന്നത്. ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ് അതൊരു ഫ്ലവറാണ്. ശൈത്യകാലത്തും അതിജീവിക്കാൻ കഴിവുള്ള ഒരു ഫ്ലവറാണ് മാരിഗോൾഡ്, ഇന്ത്യൻ മാരിഗോൾഡ്. ഈ ഫ്ലവറിനോടാണ് ആര് ഇതാക്കുന്നത്, നമ്മുടെ ഗ്രാൻഡ് ഫാദർ പിറുപിറുക്കുന്നത്. എന്താണ് കാരണം? വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ, അത് നിർബന്ധം പിടിക്കുന്നത് എന്താണ്? ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓവർ ഹിസ് ഇംഗ്ലീഷ് ഗാർഡൻ. എന്താണ്? എല്ലാ സ്ഥലത്തും എന്താണ് ഈ മാരിഗോൾഡ് എന്നുള്ള ഫ്ലവർ എന്ത് ചെയ്യാണ് അവരുടെ ഗാർഡനിൽ നിറച്ചുണ്ട്. അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ടാണ് ആര് പിറുപിറുക്കുന്നത്, നമ്മുടെ ഗ്രാൻഡ് ഫാദർ പിറുപിറുക്കുന്നത്. സ്പ്രിങ്ങിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിളിർക്കുക. അപ്പോൾ ആൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. ഇംഗ്ലീഷ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഗാർഡനിൽ ഈ മാരിഗോൾഡ് ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യുന്നത്, ഈ ചെടി നിറയെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യാണ് ഇങ്ങനെ പിറുപിറുത്ത് നടക്കുന്നതും കാണാം. അപ്പോൾ ഇതൊക്കെ ആര് മേലെ ഇരുന്നിട്ട് കാണുന്ന ദൃശ്യങ്ങളാണ്, നമ്മുടെ നരേറ്റർ കാണുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ്. പ്രത്യേകിച്ചൊന്നും അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാറില്ല, ആശ്ചര്യമായ ഒന്നും സംഭവിക്കാറില്ല. വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ, ഞാൻ ബനിയൻ ട്രീൻ്റെ മേലെ ഇരിക്കുമ്പോൾ ഇതൊക്കെ തന്നെ സ്ഥിരം കാണുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ആശ്ചര്യമായ ഒന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാറില്ല. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷേ പ്രത്യേക ഒരു ദിവസം ആഫ്റ്റർനൂണിൽ ഒരു ദിവസം ആഫ്റ്റർനൂണിൽ ഐ ഹാഡ് എനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. എനിക്കെന്തായി, വളരെ കാലത്തേക്കുള്ള ഈ സമ്മറിൽ, ഈ സമ്മർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ വേനൽ കാലത്ത് എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു ആവേശം തരുന്ന ഒരു കാര്യം ഞാൻ ആ ആഫ്റ്റർനൂണിൽ എന്ത് ചെയ്തു, എനിക്ക് കാണാൻ പറ്റി. ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ്. ആ ഒരു സമയത്തായിരുന്നു ഐ സോ എ മംഗൂസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ, കീരി. ഞാനൊരു കീരിയെ കണ്ടു. അതേപോലെ തന്നെ ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. ഞാനൊരു കീരിയും കണ്ടു, ആൻഡ് എ കോബ്ര ഫൈറ്റ്, കീരിയും പാമ്പും തമ്മിലുള്ള ഒരു ഫൈറ്റ് എന്താ, ഒരു എന്താണ് ഫൈറ്റിൻ്റെ തല്ലുകൂടൽ. ടു ഡെത്ത്, ഇവരുടെ തല്ലുകൂടൽ എന്തിലേക്കായി മാറി, മരിച്ചുപോയി. ഇൻ ദ ഗാർഡൻ, രണ്ടുപേരും കൂടെ ഭയങ്കര ഫൈറ്റ് കണ്ടു ഇൻ ദ ഗാർഡനിൽ ഒരു ദിവസം ഉച്ചക്ക്. വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി എബവ് ദം ഇൻ ദ ബനിയൻ ട്രീ. ഞാൻ എവിടെ ഇരിക്കുകയാണ്, ഇവർ രണ്ടാളും ഭയങ്കര തല്ലുകൂടുന്ന സമയത്ത്, ഇവരുടെ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ ബനിയൻ ട്രീൻ്റെ മേലെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇരിക്കുന്നത്. It was an April afternoon, and the warm breezes of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim, when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. It was an April afternoon. മാസം ഏതായിരുന്നു, ഏപ്രിൽ മാസത്തിലെ ഒരു ആഫ്റ്റർനൂൺ ആയിരുന്നു, ഉച്ച ആയിരുന്നു. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ, നല്ല ചൂടുള്ള കാറ്റായിരുന്നു. വാം ബ്രീസസ് എന്ന് പറഞ്ഞെങ്കിൽ ഇളം കാറ്റ്. ഓഫ് അപ്രോച്ചിങ് സമ്മർ, നല്ല ചൂടുള്ള കാറ്റായിരുന്നു. വരാനിരിക്കുന്ന, അപ്രോച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനുള്ള, സമ്മർ ചൂടുകാലത്തുള്ള ആ വരാൻ പോകുന്ന ചൂടുകാലത്ത് തന്നെ ചൂടുള്ള കാറ്റായിരിക്കും. ഇതുകൊണ്ട് തന്നെ ഈ ചൂടുള്ള കാറ്റ് കൊണ്ട് ഹാഡ് സെൻഡ് എവ്രി വൺ, എല്ലാവരെയും പറഞ്ഞയച്ചിരുന്നു, ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ അടക്കം, ഇൻഡോർസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്, അകത്തേക്ക് പോയിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ പുറത്തൊന്നും ആരുമില്ല. സമയം എപ്പോഴാണ്, നല്ല ഉച്ചയ്ക്കാണ്, ഏപ്രിലാണ് മാസം. ഇതൊക്കെ പറയുന്നുണ്ട്, നല്ല ചൂടുള്ള കാറ്റ് കാരണം അല്ലെങ്കിൽ ചൂടുള്ള കാരണം എന്താണ്, എല്ലാവരും അകത്താണ്, വീട്ടിന് പുറത്താരും ഇല്ല. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ്, എനിക്ക് ഉറക്കം തൂങ്ങാൻ തുടങ്ങി. ഡ്രൗസിങ് എന്ന് പറഞ്ഞെങ്കിൽ ഉറക്കം തൂങ്ങാം.
എനിക്ക് സ്വന്തം എന്താണ് ഉറക്കം ഇങ്ങനെ ആ മരത്തിന് മേലെ ഇങ്ങനെ കയറി നിന്നപ്പോൾ ഇങ്ങനെ ഉറക്കം ഇങ്ങനെ തൂങ്ങാണ്. ഐ വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഒന്ന് നീന്താൻ പോയാലോ, വീടിൻ്റെ ബാക്കിലുള്ള കുളത്തിലേക്കൊന്ന് നീന്താൻ പോയാലോ എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. ഈ സമയത്താണ് വെൻ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ഈ സമയത്താണ് ഞാൻ വലിയൊരു ബ്ലാക്ക് കോബ്ര, ഒരു മൂർഖനെ കാണുന്നത്. ഗ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ തെന്നി വരിക. ഔട്ട് ഓഫ് എ ക്ലംബ് ഓഫ് കാക്ടസ്, എവിടെ നിന്നാണ് വരുന്നത്? ഒരു കൂട്ടം കള്ളിമുൾച്ചെടി. കാക്ടസ് എന്ന് പറഞ്ഞെങ്കിൽ കള്ളിമുൾച്ചെടി. ഈ കാക്ടസ് ചെടീൻ്റെ ഉള്ളിൽ നിന്ന്, ഒരു കൂട്ടം കാക്ടസ് ചെടീൻ്റെ ഉള്ളിൽ നിന്നാണ് ആര് വരുന്നത്? ഹ്യൂജ് ബ്ലാക്ക് കോബ്ര. ഈ ബ്ലാക്ക് കളറുള്ള അതിൻ്റെ കാര്യം ഈ കോബ്ര വരുന്നത്. മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? നല്ല ചൂടുള്ള ദിവസമാണെന്ന് പറഞ്ഞു. നല്ലൊരു തണുത്ത സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഗാർഡനിലെ ഏതെങ്കിലും നല്ല കൂളർ പാർട്ട് തിരഞ്ഞിട്ടാണ് ആര് കയറി വരുന്നത്? നമ്മുടെ കോബ്ര കയറി വരുന്നത്. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ്, ഇതേ സമയം നമ്മുടെ കീരി, whom I had often seen, ഞാൻ പലപ്പോഴായിട്ട് കാണുന്ന കീരിയാണ്, എമേർജ്ഡ് ഫ്രം ദ ബുഷസ്, അവനും എവിടുന്ന് കയറി വന്നു? ബുഷസിൻ്റെ ഉള്ളിൽ നിന്നും കയറി വന്നു. വെൻറ്റ് സ്ട്രെയിറ്റ് ഫോർ ദ കോബ്ര, അവൻ എന്ത് ചെയ്ത് നിൽക്കുകയാണ്? കോബ്രയുടെ നേരെ ആര് കയറി മുന്നിൽ വന്നിട്ട് നിൽക്കുകയാണ്? നമ്മുടെ മംഗൂസ് കീരിയും നേർക്ക് നേരെ പോരാട്ടത്തിനായി വന്ന് നിൽക്കുകയാണ്. ഇൻ എ ക്ലിയറിംഗ് ബെനത്ത് ട്രീ, താഴെ ട്രീയുടെ നേരെ താഴെയാണ്. ഇൻ ബ്രൈറ്റ് സൺഷൈൻ, നല്ല സൂര്യൻ പ്രകാശമുണ്ട്. ദേ കെയിം ഫേസ് ടു ഫേസ്, അവർ മുഖാമുഖം നോക്കി നിൽക്കുകയാണ്. കോബ്ര ന്യൂ ഓൺലി ടു വെൽ, കോബ്രയ്ക്ക് നന്നായിട്ടറിയാം. ടു വെൽ ദ ഗ്രേ മംഗൂസ്, ആ മംഗൂസിനെ കുറിച്ച് നന്നായിട്ട് കോബ്രയ്ക്ക് അറിയാം. 3 feet ലോങ്, മംഗൂസിനെ കുറിച്ചാണ് പറഞ്ഞത്, കീരിയെ കുറിച്ചാണ് ഈ പറഞ്ഞത്. 3 feet ലോങ്, 3 അടി ഉയരമുണ്ട്. വാസ് എ സൂപ്പർ ഫൈറ്റർ, സൂപ്പർ ഫൈറ്റർ, നല്ല ഫൈറ്ററാണ് അവന്, നന്നായിട്ട് പോരാടും. ക്ലവർ, ഫൈറ്റർ മാത്രമല്ല നമ്മുടെ മംഗൂസ്, നല്ല ബുദ്ധിമാനാണ്. ആൻഡ് അഗ്രസീവ് എന്ന് പറഞ്ഞെങ്കിൽ ആക്രമണ സ്വഭാവം എന്നാണ് അഗ്രസീവിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ ഇതും എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രേ മംഗൂസിനെ കുറിച്ച് പറഞ്ഞത്? 3 feet ലോങ്, വാസ് എ സൂപ്പർ ഫൈറ്റർ, ക്ലവർ ആൻഡ് അഗ്രസീവ്. ബട്ട് ദ കോബ്ര, ഇനി കോബ്രയെക്കുറിച്ചും എന്താണ്? എനിക്കായാലും നമ്മുടെ മംഗൂസ് ഭയങ്കര ഫൈറ്ററാണ്, ക്ലവറാണ്, ബുദ്ധിമാനാണ്, ആക്രമണ സ്വഭാവമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു. കോബ്രയും ഇതൊക്കെ തന്നെയാണ്, കോബ്രേൻ്റെ ക്വാളിറ്റീസാണ് ഈ പറയുന്നത്. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ, കോബ്രയും എന്താണ്? സമർത്ഥനാണ്. ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു, പരിചയസമ്പന്നനായിട്ടുള്ള ഫൈറ്ററും കൂടിയാണ്, പോരാളി കൂടിയാണ്. എല്ലാം കുറേ പേര് എന്താണ് ഫൈറ്റ് ചെയ്തിട്ട് നല്ല പരിചയമുള്ളൊരു കോബ്രയും കൂടിയാണ് നമ്മുടെ കോബ്ര. അപ്പോൾ കോബ്ര എങ്ങനെയാണ്? കോബ്ര വാസ് സ്കിൽഫുൾ, സമർത്ഥനാണ്. ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു, നല്ല ഫൈറ്റിങ്ങിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പരിചയമുണ്ട്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, കോബ്രയെക്കുറിച്ച് തന്നെയാണ് ഇനി പറഞ്ഞത്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, അവനക്ക് വേഗം ചലിക്കാൻ കഴിയും. സ്വിഫ്റ്റ്ലി എന്നാൽ പെട്ടെന്ന് ചലിക്കാൻ പറ്റുന്നതാണ് സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞത്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, വേഗം ചലിക്കാൻ പറ്റും. ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, മിന്നൽ വേഗത്തിൽ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ കൊത്താൻ പറ്റും, അല്ലെങ്കിൽ ആക്രമിക്കാൻ പറ്റും. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡ് ഓഫ് ലൈറ്റ് എന്നാണ്, ലൈറ്റിൻ്റെ സ്പീഡ്, അല്ലെങ്കിൽ മിന്നൽ വേഗത്തിൽ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിഞ്ഞു കൊത്താൻ പറ്റും. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഈസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വേർ ഫുഡ് ഓഫ് ഡെഡ്ലി വിനം. അതേപോലെ തന്നെ അവൻ്റെ സാക്സ് എന്ന് പറഞ്ഞാൽ സഞ്ചി, ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്, അവൻ്റെ വലിയ വിഷപ്പല്ലിൻ്റെ ബാക്കിൽ ഒരു സഞ്ചി ഉണ്ട്. അതിലെന്താണെന്നറിയോ? വേർ ഫുൾ ഓഫ് ഡെഡ്ലി വീനം. എന്താണ്? വിഷം ആണ്, മാരകമായിട്ടുള്ള വിഷമാണ്. അപ്പോൾ അവൻ്റെ പല്ലിൻ്റെ ബാക്കിലുള്ളൊരു സഞ്ചിയുണ്ട്, സാക്കുണ്ട്. ആ സാക്കിൽ നിറയെ എന്താണ്? ഡെഡ്ലി വീനമാണ്. ഡെഡ്ലി വീനം എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള വിഷമാണ് ഉള്ളത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോബ്രയെക്കുറിച്ച് പറഞ്ഞത്. എന്താണ് കോബ്രയെക്കുറിച്ച് പറഞ്ഞത്? ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. ഫാങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷപ്പല്ല് എന്നാണ്. സാക്സ് സഞ്ചി. ഡെഡ്ലി വീനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരകമായിട്ടുള്ള വിഷം. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. വീരന്മാർ തമ്മിലുള്ള പോരാട്ടമാണ് ഇനി കാണാനിരിക്കുന്നത്. ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എന്താണ്? ചാമ്പ്യൻസാണ്. ചാമ്പ്യൻസ് എന്ന് പറഞ്ഞാൽ വീരന്മാരാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള പോരാട്ടമാണ് ഇനി നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇറ്റ്സ് ഓൾ. ഇത്ര മാത്രമാണെന്ന് പറയുന്നത്. സോ റീഡ് ദ ചാപ്റ്റർ വൺസ് അഗെയിൻ. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാ ചാപ്റ്ററും കെയർഫുള്ളായിട്ട് വായിക്കണം. നല്ലപോലെ വായിക്കുക. ദെൻ റൈറ്റ് ഔട്ട് ദ വേർഡ്സ് ആൻഡ് മീനിങ്സ്. 7 ക്വസ്റ്റ്യൻ ആൻസർ ഇന്ന് ചെയ്യുക എല്ലാവരും. ഇൻ ദ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക? റൈറ്റ് ഔട്ട് ദ 7 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇറ്റ്സ് ഓക്കെ.